ISL മത്സരത്തിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തായി സൂപ്പർ കപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ISLന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണു വേണ്ടി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന പുതിയ കോച്ച് മിഖായേൽ സ്റ്റാറെ ഏതാണ്ട് വന്നതും പോയതും ഒരുപോലെയായിരുന്നു. ഇപ്പോഴിതാ ആരാധകരുടെ മുറവിളിക്ക് പരിഹാരമെന്ന വണ്ണം സ്പെയിനിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനായി പുതിയ കോച്ച് എത്തുകയാണ്. സ്പാനിഷ് സൈപ്രസ് ലീഗുകളിൽ 500ഓളം മത്സരങ്ങളിൽ പ്രതിരോധ താരമായി കളിച്ച അനുഭവ സമ്പത്തുള്ള സൈപ്രസ് ക്രൊയേഷ്യൻ ലീഗുകളിൽ 1-ാം ഡിവിഷൻ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പരിശീലകൻ 44-കാരനായ ഡേവിഡ് കറ്റാലയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ. സ്പെയിനിലെ ബാർസലോണയിൽ നിന്ന് സ്പാനിഷ് ഫുട്ബോളിന്റെ സൗന്ദര്യവും മികവും ബ്ലാസ്റ്റേഴ്സിനായി പകർന്നു നൽകാൻ ഡേവിഡ് കറ്റാലയ്ക്ക് കഴിയുമോ എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഫുട്ബോൾ പ്രേമികളും ഉറ്റുനോക്കുന്നത്. തുടക്കത്തിലേ പറയട്ടെ, ഡേവിഡ് കറ്റാലയുടെ കോച്ചിംഗ് മികവിനെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കറ്റാലയുടെ മുൻകാല സ്റ്റാറ്റുകൾ വെച്ച് പലരും പല രീതിയിൽ വിലയിരുത്തുന്നുമുണ്ട്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് കോച്ച് എത്തും മുമ്പേ തന്നെ ഇത്തരം വിലയിരുത്തലുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവിധികളുടെ നടുവിലേക്കാണ് ഡേവിഡ് കറ്റാല സൂപ്പർ കപ്പിനൊരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ എത്തുന്നത്. എന്താണ് ഡേവിഡ് കറ്റാലയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല. ഇപ്പോഴത്തെ മോശം അവസ്ഥയിലുള്ള മഞ്ഞപ്പടയെപ്പോലെ വലിയൊരു വെല്ലുവിളി വേറെയില്ലല്ലോ. ലക്ഷ്യബോധം തന്നെ നഷ്ടപ്പെട്ട ഒരു കൂട്ടം കളിക്കാരുടെ സംഘം മാത്രമാണല്ലോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രതീക്ഷയുണർത്തുന്ന ഒരു പ്രധാന സംഗതിയുണ്ട്. ഇക്കഴിഞ്ഞ ISL സീസണിലെ മഞ്ഞപ്പടയുടെ പ്രകടനം കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ പരാജയപ്പെട്ടു പോയത് പ്രതിരോധ നിരയുടെ പിഴവുകൾ കൊണ്ടാണെന്ന്. അമ്പേ തകർന്നുപോയ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ പ്രകടനമാണ് ദയനീയമായ ഈ അവസ്ഥയിൽ ക്ലബിനെ എത്തിച്ചത്. ഡേവിഡ് കറ്റാല എന്ന മികച്ച ഒരു പ്രതിരോധ താരമായിരുന്ന കളിക്കാരൻ പരിശീലകനായി വരുമ്പോൾ ആദ്യം പരിഹരിക്കുന്നതും ദുർബലമായ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് സൈഡ് തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ക്ലബിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾക്ക് കോച്ച് മുതിർന്നേക്കും. ഇപ്പോഴത്തെ സ്ക്വാഡിൽ പലരും പുതിയ സീസണിൽ കാണില്ലെന്ന് ഉറപ്പാണ്. സെർജിയോ കാസ്റ്റെല്ലെ അടക്കം ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളതടക്കമുള്ള പുതിയ താരങ്ങൾ ക്ലബിന്റെ ലൈനപ്പിൽ സ്ഥാനം പിടിച്ചേക്കാം. ക്ലബ് മാനേജ്മെന്റും ഇത്തവണ കോച്ചിനൊപ്പം കട്ടയ്ക്ക് നിൽക്കേണ്ടതായി വരും. കാരണം നിലവിലെ നിരാശരായ ക്ലബ് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ മാനേജ്മെന്റിന് അത്തരം വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവൂ. ചെറിയ മീനുകൾ കൊണ്ട് ആരാധകർ തൃപ്തിപ്പെടില്ല എന്ന് അവർക്കുമറിയാം. എന്തായാലും മുന്നിലുള്ള സൂപ്പർ കപ്പിൽ മിന്നും പ്രകടനത്തിൽ കുറഞ്ഞതൊന്നും ഡേവിഡ് കറ്റാലയെയും ക്ലബ് മാനേജ്മെന്റിനെയും തൽക്കാലം രക്ഷിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൂപ്പർ കപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി 2025-26 സീസണിൽ പുതിയ പരിശീലകന് കീഴിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് പഴയ പ്രതാപത്തിലേക്ക് തിരികെ വന്നേക്കാം. എന്തായാലും സൂപ്പർ കപ്പ് ആ തിരിച്ചുവരവിനുള്ള ആദ്യ പടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.